പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെ, ഈ കൂടിയിരിക്കുന്നവരിൽ എനിക്ക് മുഖപരിചയവും നേരിട്ട് അറിവുള്ള വളരെ ചുരുക്കം പേര് മാത്രമേ. ഞാനതിൽ സന്തോഷിക്കുകയാണ്. കാരണം ലോകവും ഇന്ത്യയും അതിവേഗം ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ഒതുങ്ങുകയാണ്. തിരുവനന്തപുരത്തെ മാധ്യമ ലോകവും ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് ഒതുങ്ങുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റ് സന്തോഷം, ഇന്നത്തെ ഈ പരിപാടിയിൽ വേണ്ടത്ര എന്ന് പറയാൻ വയ്യില്ല, ധാരാളം വനിതാ മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നു. ഇനി ഇതുപോലെ കാണാനിട വന്നാൽ അപ്പോൾ കൂടുതൽ വനിതകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വനിതകൾ കുറച്ചുകൂടെ മുന്നോട്ട് വരണം. നിങ്ങളങ്ങനെ പുറകോട്ട് അധികം ഒതുങ്ങിയിരിക്കേണ്ട കാര്യമില്ല. പുരുഷന്മാർക്ക് കൂടുതൽ സ്പേസ് കൊടുത്ത് മാധ്യമ രംഗത്തുള്ള വനിതകൾ അതിൻ്റെ പുറകോട്ട് അല്പം ഒതുങ്ങിയിരിക്കുന്നു കാണുന്നത് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. നിങ്ങളും തുല്യമായ സ്ഥാനം പിടിച്ചെടുക്കണം. പുരുഷന്മാർ ഇട്ട് കൊടുക്കുന്നില്ല. മാധ്യമ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും പുരുഷന്മാരെ അങ്ങനെ വിട്ടു കൊടുക്കുന്നില്ല. നിങ്ങൾ പിടിച്ചെടുക്കണം. ഞാനിന്ന് വളരെ കുറച്ച് വിഷയങ്ങൾ മാത്രമേ ചർച്ചയ്ക്ക് എടുക്കുന്നുള്ളൂ. കാരണം ഓരോ ദിവസവും ദേശീയ തലത്തിലും കേരളത്തിലും പ്രധാനപ്പെട്ട എല്ലാ ദേശീയ വിഷയങ്ങളും ദേശീയ നേതാക്കന്മാർ മുതൽ കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാക്കന്മാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരനുഭവം തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്, കേരള അസംബ്ലി തിരഞ്ഞെടുപ്പല്ല. അത് നടക്കാൻ പോകുന്നത് 2026 ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യ അടുത്ത 5 വർഷം ആര് ഭരിക്കണം? ആരെന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമന്ത്രിയാണെന്ന് മാത്രമല്ല, അടുത്ത 5 വർഷക്കാലം ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ നയങ്ങൾ, ആദർശങ്ങൾ, പരിപാടികൾ എന്താണെന്ന് തീരുമാനിക്കാനുള്ള ഇലക്ഷനാണ്. ഒരർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണം, ഡു ഓർ ഡൈ എന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള, ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള ഇലക്ഷനല്ല. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനമാണ് ഇന്ത്യ എന്ന ആശയം സമൂർത്തമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂടി ഔദ്യോഗികമായി രൂപപ്പെട്ടത്. ആ ആശയം ഇന്ന് വലിയ വെല്ലുവിളി നേരിടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി നയിച്ച BJP ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി ആസൂത്രിതമായി ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും?
അതുകൊണ്ട് ഈ ഇലക്ഷൻ്റെ ലക്ഷ്യം ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കണം, നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം, RSSൻ്റെ പെൻസി ട്രെയിൻ അവസാനിപ്പിക്കണം. അതാണ് ഇലക്ഷൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇന്ത്യൻ എന്ന ആശയത്തിൻ്റെ ഔപചാരികമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഡോക്ടർ അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ കഴിയണം. ഇതാണ് എൻ്റെ അഭിപ്രായം. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വീണ്ടും വന്നാൽ ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും, ഭരണഘടന അട്ടിമറിക്കപ്പെടും. അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും. ആ ആപത്ത് ഒഴിവാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ലോകത്തിൽ ഇതുപോലെ ഭരണഘടന ഒന്നുമില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് സംരക്ഷിക്കപ്പെടാവുന്ന മൗലികാവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും തുല്യത, നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത, സാമ്പത്തിക സമത്വം, എല്ലാവർക്കും നീതി, അത് സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ ചില അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മറ്റു പ്രത്യേകത, നാനാത്വത്തിൽ ഏകത്വം, ഡൈവേഴ്സിറ്റി ഉറപ്പു നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഏകത്വമല്ല, ഏകത്വം അടിച്ചേൽപ്പിക്കുന്ന ഭരണഘടന അല്ല ഇന്ത്യ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 അത് പറയുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് ഇന്ത്യ, ഒരു ഫെഡറേഷനാണ്. ഇതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കും. അതാണ് ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ. 3ാമത്തെ പാർട്ടിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ 2ാമത്തെ പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ പറയുന്നത്. ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും, ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ എല്ലാവർക്കും ജാതിഭേദം മതഭേദമില്ലാതെ പൗരത്വം വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതം ഒരു ഘടകമല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 5ൻ്റെ പാർട്ടാണ്. പിന്നെ സ്വതന്ത്രമായ ജുഡീഷ്യറി, സ്വതന്ത്രമായ ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു. ഞാനിവിടെ സംസാരിക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വായിച്ചിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഏറ്റവും വാചാലമായി സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നും അദ്ദേഹം സംസാരിക്കുന്നത് ഭരണഘടന സംരക്ഷിക്കണം, പൗരത്വ നിയമം അവസാനിപ്പിക്കണം. ഇത്രയും അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായി? ഈ ഭരണഘടന ഉണ്ടാക്കിയതാരാണ്? ഇന്ത്യയുടെ വിഭജനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനാ സമിതി
രൂപവൽക്കരിച്ചു. അതിനുശേഷമാണ് ഇന്ത്യ രണ്ടായത്. പാകിസ്ഥാനുണ്ടായപ്പോൾ ജിന്നയുടെ അനുയായികൾ, പാകിസ്ഥാൻ അനുയായികൾ ഭരണഘടനാ സമിതിയിൽ നിന്നും പോയി. ഇന്നത്തെ അവശേഷിച്ച ഭരണഘടനാ സമിതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിർണായകമായ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം നടപ്പാകുന്ന ഭരണഘടനാ സമിതിയാണ് പാകിസ്ഥാനോട് അതിനുശേഷം അവശേഷിച്ചത്. അപ്പോൾ ഈ ഭരണഘടന ഉണ്ടാക്കിയതിൻ്റെ അവകാശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രം. മറ്റാർക്കും അവകാശമില്ല. പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വലിയ വിവാദമുണ്ടായി. ഹിന്ദു മഹാസഭയാണ് ആ വിവാദം നയിച്ചത്. അവർ പറഞ്ഞു പാകിസ്ഥാൻ ഉണ്ടായി, പാകിസ്ഥാൻ മത രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഉണ്ടായ സ്ഥിതിക്ക് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണമെന്നാണ്. അന്ന് ഭരണഘടനാ സമിതിക്കകത്തും പുറത്തും ഹിന്ദു മഹാസഭയിൽ അവരെ പിന്നാങ്ങുന്നവരും വാദിച്ചത്. മഹാത്മാഗാന്ധി പറഞ്ഞു, നടക്കില്ല, ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനാകാൻ പറ്റില്ല. ഇന്ത്യ മതത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രമാകാൻ പറ്റില്ല. ഇന്ത്യക്കാരുടെ എല്ലാം അവകാശപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. മതമല്ല മാനദണ്ഡം. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും മതമേതായാലും ജാതി ഏതായാലും പ്രദേശമേതായാലും അവർക്കെല്ലാം തുല്യത വേണം, തുല്യാവകാശം വേണം. ഇത് ഗാന്ധിയുടെ നിലപാടായിരുന്നു. ആ ഗാന്ധിയുടെ നിലപാടാണ് നെഹ്റു ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്. അതിനെ ഡോക്ടർ അംബേദ്കറും പിന്താങ്ങി. അങ്ങനെയാണ് പാകിസ്ഥാനുണ്ടായ സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ഭരണഘടനാ സമിതി നിരാകരിച്ചത്. നെഹ്റു ഗവൺമെൻറ്റിൽ ലാഭനിഷ്ഠായിരുന്ന ഡോക്ടർ അംബേദ്കറെ ഭരണഘടനാ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി മാറ്റി. ആ സമിതിയുടെ ആദ്യ യോഗത്തിൽ ആമുഖമായിട്ട് പ്രമേയം അവതരിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ പ്രമേയത്തിന് സത്തയാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്ന പ്രിയാമ്പിൾ, ആമുഖം നെഹ്റുവിൻ്റെ ആശയങ്ങളാണ്. മതേതരത്വവും എല്ലാവർക്കും തുല്യതയും സമത്വവും സാഹോദര്യവും എല്ലാം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ ആമുഖം, അതിൻ്റെ സത്ത നെഹ്റുവിൻ്റെ ഭരണഘടനാ സമിതിയിലെ ആമുഖം പ്രസംഗമാണ്. അതിനുശേഷം ചർച്ചകൾ നടന്നു, വർഷങ്ങൾ നീണ്ട ചർച്ച നടന്നു. അങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്. ചർച്ചകൾക്ക് ഒരു ഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ ചർച്ച വന്നു. മൗലികാവകാശങ്ങൾ ഒരുപാട്, എല്ലാവർക്കും തുല്യത, തുല്യനീതി, സമത്വം, നീതി, ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ പാസാക്കി. അക്കൂട്ടത്തിൽ ഭാഷാന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പുകൾ കൂടി എഴുതിച്ചേർത്തു. അതിനെ നഖശിഖാന്തം നിർത്ത് പറഞ്ഞാണ് നമ്മുടെ പലരും. എന്തിനെ ഇത് രണ്ടായി കഴിഞ്ഞപ്പോൾ, വെട്ടിമുഷിക്കട്ട് കഴിഞ്ഞപ്പോഴും പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനേയും മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം? നെഹ്റു പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു, പറ്റില്ല. വിഭജനമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം വേണം. അങ്ങനെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പ് എഴുതിച്ചേർക്കുന്നത്. അപ്പോൾ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങളടങ്ങുന്ന, ബേസിക് സ്ട്രക്ചർ അടങ്ങുന്ന എല്ലാ ആർട്ടിക്കിളും എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർണായക ഭൂരിപക്ഷമുള്ള ഭരണഘടനാ സമിതി
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭരണഘടനയ്ക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ചരിത്രത്തിൻ്റെ ഒരു ഭാഗം, ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനാ സമിതി ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാർട്ടിയുടെ നിലപാട്? 1947 ഇന്ത്യ സ്വതന്ത്രയായി. അപ്പോഴും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ പാകിസ്ഥാൻ്റെ ആക്രമണം കാശ്മീരിൽ ഒരു ഭാഗം പിടിച്ചെടുത്തു, മറുഭാഗത്തെ ഹൈദരാബാദിൽ നൈസാം സ്വതന്ത്ര ഹൈദരാബാദിന് വേണ്ടി റസാഖർ ബാർ എന്ന് പറഞ്ഞ ഭീകര സംഘടനകത്ത് കൂടി രാജ്യമാകെ പട്ടിണി, വിഭജനം ഉണ്ടാക്കിയിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രയാസങ്ങൾ. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ആകെ വിഷമിക്കുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1948 കൽക്കട്ടയിൽ ചേർന്ന് കൽക്കട്ട കോൺഗ്രസ് പാസാക്കി കൽക്കട്ട തീസിസ് ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യമല്ല. ഇത് സ്വാതന്ത്ര്യമല്ല. ഭരണഘടനാ നിർമ്മാണ സമിതി അവസാനമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കട്ട തീസിസ് പാസാക്കി നെഹ്റു ഗവൺമെൻറ്റിനെതിരായി സായുധ വിപ്ലവം നടത്താൻ ആഹ്വാനം നൽകി ആ പ്രമേയം പാസാക്കി. ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ എന്ന കാര്യം അങ്ങനെ മറക്കരുത്. ആ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് എല്ലാ ദിവസവും മാധ്യമങ്ങളെ വിളിച്ച് ഭരണഘടന ഉണ്ടാക്കിയ കോൺഗ്രസിനെ പരിഹസിക്കുന്നത്, അതിന് കേരളത്തിലെ ജനങ്ങൾ അങ്ങേക്ക് മാപ്പ് വരില്ല, ദുഃഖിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് തിരുത്തി, കൽക്കട്ടാതീസ് തിരുത്തി, തെറ്റിപ്പോയി അവിടെ പറഞ്ഞു. അതാണ് ചരിത്രം. ഭരണഘടന ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന് മാത്രം പങ്ക്, ഡോക്ടർ അംബേദ്കർ പങ്ക്, ഉണ്ടാക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് മാത്രമല്ല, നെഹ്റു ഗവൺമെൻറ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്, ഭരണഘടന ഉണ്ടാക്കിയതിനെ തടസ്സപ്പെടുത്തിയവരാണ് എന്ന് ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും കോൺഗ്രസ് ആടിക്കടിക്കുന്നവരെയും ചെയ്യുന്നത് വളരെ മോശമായിരിക്കുന്നു. അരിയാഹാരം കഴിക്കുന്ന കേരളീയർ നിങ്ങളെ നിരാകരിക്കും. ഏപ്രിൽ 26 അത് നടക്കും. ജൂൺ 4 ഫലപ്രഖ്യാപനം നടക്കും. അത് വ്യക്തമാകുമെന്ന് എനിക്ക് പറയാനുള്ളത്. ലോക്സഭാ ഇലക്ഷനാണെങ്കിലും പ്രധാന വിഷയം അതാണെങ്കിലും ഈ ഇലക്ഷൻ നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്ന പോലെ കേരളത്തിൽ നടക്കുകയല്ലേ. കേരളത്തിലെ കാര്യങ്ങൾ മറക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് കേരളം അറിയപ്പെടുന്നത് ലോകം മുഴുവൻ. ഗോഡ്സ് ഓൺ കൺട്രി. ആ ഗോഡ്സ് ഓൺ കൺട്രിയുടെ സ്ഥിതി എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന്? തകർത്ത് തരിപ്പണമാക്കിയില്ലേ, നശിപ്പിച്ചില്ലേ? ഈസ്റ്ററും പെരുന്നാളും വിഷുവുമെല്ലാം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ മലയാളി കുടുംബങ്ങളിൽ മഹാഭൂരിപക്ഷം ഇന്ന് വിഷമിക്കുകയല്ലേ? പ്രയാസങ്ങൾ കൊണ്ട് എല്ലാ മേഖലയും തകർത്ത് കളഞ്ഞില്ലേ? കേരളത്തിൽ നട്ടല്ലായ കാർഷിക മേഖല തകർത്ത് കളഞ്ഞു. കാർഷിക മേഖല പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. റബ്ബറും നെല്ലും നാളികേരവും എല്ലാം ആ മേഖല തകർന്നു. ഇന്ന് മലയോരങ്ങളിൽ ജനങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കേരളത്തിൽ മാത്രമേ ഇല്ലാറുള്ളൂ. കേരളത്തിലെ കാടുകളിൽ മാത്രമേ വന്യമൃഗങ്ങളുള്ളൂ. തമിഴ്നാട്ടിലില്ലേ? കർണാടകത്തിലില്ലേ? 90% കാടുകളുള്ള സ്റ്റേറ്റുകൾ ഇന്ത്യയിലില്ലേ? അവിടെ ഒന്നും ഇത്രയേറെ ഭീകരമായ അന്തരീക്ഷമില്ലല്ലോ.
അവിടെ ഒന്നും ഇത്രയേറെ വന്യമൃഗ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നില്ലല്ലോ. ഒറ്റപ്പെട്ട സംഭവം വരാറുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് പരിസ്ഥിതി വരുന്ന മാറ്റം അനുസരിച്ചിട്ട് വന്യമൃഗങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ, കാലെക്കൂട്ടി പഠിക്കാനുള്ള ദീർഘവീക്ഷണം കാണിച്ചില്ല. മറ്റൊരു സംശയം കൂടി എനിക്കുണ്ട്. വനമേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർ വന്യമൃഗങ്ങളെ ഭയന്ന് വേണമെങ്കിൽ ഓടിപ്പോകട്ടെ എന്നുകൂടി ദുഷ്ടലാക്കുകൂടിയും ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. 8 വർഷമായി തുടർന്നിട്ടും തടയാൻ നടപടി സ്വീകരിക്കാത്തത് വനം വകുപ്പിൻ്റെ ദുഷ്ടലാക്കുണ്ടോ? മലയോര കൃഷിക്കാരെ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് ഓടിച്ചെടുക്കാനുള്ള ലക്ഷ്യമുണ്ടോ? കാരണം ഇന്ന് കേരളമൊട്ടാകെ മലയോരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച്, കിടപ്പാട് ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുകയാണ്. ഇതൊന്നും ജനങ്ങൾ നടക്കില്ല. പരമ്പരാഗത വ്യവസായങ്ങളൊന്നും തകർത്തില്ലേ? കയറും, കശുവണ്ടിയും, കൈത്തറിയും, മത്സ്യബന്ധനവും തീരദേശത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരെ കാശ്മീരിന് വേണ്ടി പോവുകയാണ്. ഇറാനിലും തൈവാനിലുമെല്ലാം കോൺട്രാക്ടർമാർ പറഞ്ഞിട്ട് അവിടെ പോയി മത്സ്യബന്ധനത്തിൽ പോവുകയാണ്. പരമ്പരാഗത തകർന്നു. ചെറുപ്പക്കാരുടെ ഒഴുക്കാണ്. പണ്ടും മലയാളികൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാറുണ്ട്, ലോകത്തേക്ക് പോകാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒഴുക്കുണ്ടോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറുപ്പക്കാർ ഒഴുകുകയാണ്. ഇനി കേരളത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല. പ്രതീക്ഷ നശിച്ചിട്ട് ലോണെടുത്ത് കടം വാങ്ങി ഓടുകയാണ് ആളുകളിലേക്ക്. എല്ലാവരും രക്ഷപ്പെടുന്നതിന് വല്ലതും പോയി അവിടെ പോയി വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്നാലും കേരളം വിടുകയാണ്. ഇത്രയേറെ ചെറുപ്പക്കാരുടെ ഒഴുക്ക് നിരന്തരമായി ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു കേരളം? മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു ചെറുപ്പക്കാരുടെ ഒഴുക്ക് തരാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ പോയാൽ എനിക്ക് എന്നെ സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് ബഹുമാനമാണ്. സമ്പർക്കങ്ങളുടെയും വലിയ പങ്കുവയ്ക്കുന്നത്. പക്ഷേ കുറേ വർഷം കഴിയുമ്പോൾ കേരളം അന്യസംസ്ഥാന തൊഴിലാളികളുടെ മാത്രം, അവർ മാത്രം പണിയെടുക്കുന്ന സ്വദേശമായിട്ട് മാറിയാൽ കേരളം മലയാളികളുടെ നാടിന് പണ്ട് EMS എഴുതിയ ലേഖനത്തിന്, പുസ്തകത്തിന് എന്തെങ്കിലും ഉണ്ടാവുക തകർക്കല്ലേ? ജനങ്ങളാകെ പ്രയാസപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. പല ഘടകങ്ങളിലും പ്രയാസങ്ങൾ. പണ്ടൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യുക ആസ്ട്രിറ്റി മെഷേഴ്സാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കൂടെ ഗവൺമെൻറ്റും കഷ്ടപ്പെടട്ടെ, മന്ത്രിമാരും കഷ്ടപ്പെടട്ടെ. മുണ്ട് മുറിക്കൊടുക്കുക നാടൻ പ്രയോഗമാണ്. ജനങ്ങൾ കഷ്ടപ്പെടുന്നു, മന്ത്രിമാരും ഭരണക്കാരും ദൂർത്തടിക്കുന്നു. ദൂർത്ത്, ആർഭാടത്തോട് ആർഭാടം. ഇതാണ് കേരളം. കുലയ്ക്കുമ്പത്തിൽ പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, കേരളത്തിൻ്റെ ഈ തകർച്ച വോട്ടർമാർ ഓർത്തിരിക്കും. ഏറ്റവും വലിയ അവസരം ഉണ്ടായ തുടർ ഭരണം കൊടുത്തതാണ്. ആ തുടർ ഭരണത്തിന് ദുരന്തം ഇന്ന് കേരളം അനുഭവിക്കുകയാണ്. ഈ മെയ് മാസമാകുമ്പോൾ ഈ ഗവൺമെൻറ് 8 വർഷമാകാൻ പോകുക. പാപ്പരായ കേരളം കടക്കണിയിലാണ്. 2026 ഭരണമാറ്റം ഉണ്ടായാലും വരാൻ പോകുന്ന പുതിയ ഗവൺമെൻറ്റിനെ, UDF ഗവൺമെൻറ്റിനെ പെട്ടെന്നൊന്നും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇങ്ങനെ ഈ നാട് നശിപ്പിച്ച അക്രമം, ഈ ഇലക്ഷൻ രംഗത്ത് ആ സമയത്ത് പോലും ബോംബുണ്ടാക്കുകയാണ് പാനൂര്. പണ്ട് സ്ഥിര പരിപാടിയായിരുന്നു. ഇപ്പോഴും ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്രമം, ആശിഷ്ടവർക്കാർക്ക് മാത്രം നീതി, അല്ലാത്തവർക്ക് നീതിയില്ലായിരുന്നു. നാട് നീടെ അക്രമം നടക്കുന്നു. ഇതിനൊക്കെ പരിഹാരം വേണ്ടി അതിനുള്ള അവസരം കൂടിയായിട്ട് ഈ ഇലക്ഷനെ മാറ്റണം. കേന്ദ്രത്തിൽ BJPയെ താഴെയിറക്കണം, മോഡിയെ താഴെയിറക്കണം. ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണം.
കേരളത്തിൽ പിണറായിയുടെ ജനദ്രോഹ ഭരണത്തിനെതിരായി, കേരളത്തെ തകർത്ത ഗവൺമെൻറ്റിനായി ജനങ്ങളുടെ ശക്തമായ വിധിയോട് കാണണം. 20 സീറ്റും കോൺഗ്രസിനും UDF നൽകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നേരത്തെ ഒരു വനിതാ മാധ്യമപ്രവർത്തകരുടെ ഒരു ബാഹുല്യം അല്ലെങ്കിൽ അത് കൂടി വരുന്നതിനൊരു നല്ല കാര്യമായി പറഞ്ഞു. ഞങ്ങളും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ കോൺഗ്രസിന്റെ സീറ്റ് പട്ടികയിൽ ആകെ ഒരു വനിതയ്ക്ക് മാത്രമാണ് സീറ്റ് കിട്ടിയത്. 19 പേര് പുരുഷന്മാരാണ്. അത് ഞങ്ങളുടെ ഒരു പോരായ്മയായി പോയി. ഈ ദീപ്തിയൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ വളർന്നുണ്ടാക്കുകയാണ്. അസംബ്ലി ഇലക്ഷൻ വരും പേരുണ്ട്, ഉണ്ടാക്കും, ഒരു കണക്ക് പറഞ്ഞ് മേടിക്കും. ഞങ്ങൾ അത് കോൺഗ്രസിന്റെ ഇലക്ഷൻ തീരുമാനം. പക്ഷേ വനിതകൾക്ക് മതിയായ എനിക്ക് വനിതയാണെന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ധീരയായ വനിതയാണ്. വനിതകൾക്ക് അത്ര ആവശ്യം. അടുത്ത ഇലക്ഷന് കേരളത്തിലെ കോൺഗ്രസ് ലോക്കൽ ബോഡി ഇലക്ഷൻ 50% കൊടുത്തേ ഉള്ളൂ. അത് ഭരണഘടന സോണിയാഗാന്ധിയുടെ നിർബന്ധങ്ങളുണ്ട് ഭരണഘടനയിൽ എഴുതി ചേർത്ത. പക്ഷേ അടുത്ത അസംബ്ലിയിലും വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകും, സംശയം വേണ്ട. സർ, ഇന്ത്യയെ വീണ്ടെടുക്കുന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഭരണഘടനയുടെ അന്തസ്സത്തെയും വീണ്ടെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മോഡിയോടൊപ്പം ചേരുന്നത് ഒരു വിരോധാഭാസം ചേർന്ന് മോഡിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് ഒരു വിരോധാഭാസമാണ്. വിരോധാഭാസം തെറ്റാണ്, തെറ്റാണ്. ഒരു സമയത്ത് ഒരാൾ ചോദിക്കുക ഉത്തരം പ്രസിഡന്റ്. ആ തെറ്റ് തുടങ്ങി വെച്ചതിൽ ഒന്ന് അങ്ങയുടെ മകനാണ്. ഏറ്റവും രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന അങ്ങയുടെ മകൻ അനിൽ ആന്റണി BJP-യിൽ പോയത് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊതുരംഗത്ത് വന്ന കാലം, KSUവിൽ ചേർന്ന കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാടെടുത്താണ്. ഇന്നല്ല, KSUവിൻ്റെ പ്രവർത്തകനായ കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ ഇതാണല്ലോ. കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിനകത്ത്, രാഷ്ട്രീയം വേറെ. അങ്ങയുടെ രാഷ്ട്രീയം, അങ്ങയുടെ ആദർശം കണ്ടു വളർന്ന എല്ലാം എനിക്ക് എങ്ങനെയാണ് BJP-ക്കൊന്നും മോദിക്കൊന്നും പോകാനായിട്ട്? ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം മുതൽ എൻ്റെ നിലപാടാണ് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അതിനപ്പുറമില്ല. ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, സംശയിക്കുന്ന. BJP-യുടെ ഏറ്റവും സുവർണകാലം, കേരളത്തിലെ BJP-യുടെ സുവർണകാലം കഴിഞ്ഞു. അവരുടെ സുവർണകാലം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ അത് കത്തുന്ന കാലഘട്ടത്തിൽ BJP-ക്ക് ഒരുപാട് വോട്ട് കിട്ടി. ഇത്തവണ 2019 കിട്ടിയ അത്ര വോട്ട് BJP-ക്ക് കേരളത്തിൽ ഒരിടത്തും കിട്ടത്തില്ല. അവരെല്ലായിടത്തും 3ാം സ്ഥാനത്തായിരിക്കും എൻ്റെ സാർ. ഈ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്ന് പറഞ്ഞ പത്തനംതിട്ട എന്നും എത്രയോ നേരത്തെ പോയി അവിടെ പ്രചരണത്തിന് സാറ് പങ്കെടുക്കേണ്ടതല്ലേ? താങ്കൾക്ക് എന്നെക്കുറിച്ച് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് 2 വർഷമായി. 2 വർഷത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് KP സ്റ്റാഫിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. എല്ലാ കാര്യം അറിയാവും. അണ്ടർസ്റ്റാൻഡ്. എനിക്ക് 2 കോവിഡ് ഉണ്ടായി. ആദ്യത്തെ കോവിഡ് കഴിഞ്ഞ് 16 ദിവസം ഡൽഹിയിലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അത് ഉണ്ടാക്കിയ പരിക്ക് കഴിഞ്ഞ് 2ാമത് കോവിഡ്. അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പഴയ പോലെ സഞ്ചരിക്കാൻ ഉള്ള ആരോഗ്യമൊന്നുമില്ല. ഞാൻ ആകെ 2 വർഷത്തിനുള്ളിൽ
തിരുവനന്തപുരം വിട്ടു പോയത് തൃക്കാക്കരയിലെ ഇവരെടുത്തു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരത്തിൽ അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷമുള്ള ഇലക്ഷൻ. അല്ലാതെ ഞാൻ വീട് വിട്ടാൽ പി ശർമിച്ചു വരും. തിരുവനന്തപുരത്ത് പോലും ഒരു കൊല്ലം. അതാണ് സ്ഥിതി. അതാണ് 2 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പ്രസ് കോൺഫറൻസ് നടത്താറില്ല. ഈ നടത്താൻ കാരണം ഈ ഇലക്ഷൻ ജീവൻ മരണ പോരാട്ടമാണ്. അതുപോലെ ആരോഗ്യനില അത്ര അനുകൂലമല്ലെങ്കിലും എൻ്റെ പങ്ക് വഹിക്കണം. ഈ ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാകണം. ജനാധിപത്യം അട്ടിമറിക്കപ്പെടരുത്, ഭരണങ്ങൾ അട്ടിമറിക്കപ്പെടരുത്. BJP ഗവൺമെൻറ്റിന് അന്ത്യം കുറിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ചെറിയ പങ്ക്. ആ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആരെയാണ് വിശ്വസിക്കുന്നത്? ഒരു പോയിന്റ് പറഞ്ഞോട്ടെ, എടുത്തുപോയി. മുഖ്യമന്ത്രി ഇന്നും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എതിരായിട്ടുള്ള മോഡിയുടെ പ്രതികാരം ഇതൊക്കെയാണ്. ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച നാട്ടുഹെറാഡിൻ്റെ സകല സ്വത്തും കണ്ടുകിട്ടി. കോൺഗ്രസിൻ്റെ ഫണ്ടിൽ കിടന്ന 115 കോടി രൂപ നികുതി വകുപ്പ് ഇൻകം ടാക്സുകാർ കണ്ടുകിട്ടി. ഇപ്പോഴും ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് വന്നിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതി കേസ് പോയി പറഞ്ഞു ഇനി ഏതായാലും ജൂലൈ വരും ചെയ്യരുത്. സോണിയാഗാന്ധിയെ മണിക്കൂറുകളോളം ഈടി വിളിച്ച് ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയെ ഒരു ദിവസം മുഴുവൻ ഈടി വിളിച്ച് ചോദ്യം ചെയ്തു. ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകളിലായി 20ഓളം കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുണ്ട്. സവർക്കർക്കെതിരായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മെമ്പർഷിപ്പ് റദ്ദാക്കാൻ ഓർഡർ വന്ന് അന്ന് തന്നെ സാധാരണ MP MP സ്ഥാനം നഷ്ടപ്പെട്ടാലും 1 മാസം കൂടി താമസിക്കാം. അന്ന് തന്നെ വീടൊഴിയാൻ ആവശ്യപ്പെട്ടു. വീടൊഴിച്ചു കൊടുത്തു. പക്ഷെ കോടതി പിന്നെ സ്ഥാപിച്ചു. ഇങ്ങനെ നിരന്തരമായ പീഡനം ഉണ്ടായിട്ടും BJPക്കെതിരായുള്ള പോരാട്ടത്തിൽ മുന്നിൽക്കുന്നത് നെഹ്റു കുടുംബമാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. ഇത്രയേറെ പ്രതികാര നടപടികൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി നിർഭയമായി ധൈര്യമായി ആശയവ്യക്തതയോടുകൂടി ഈ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലാണ്. കോൺഗ്രസിനോട് ശത്രുതയുള്ള എതിർപ്പുള്ള പാർട്ടികളുമായി പോലും 28 പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് ഇതുകൊണ്ട് ലോക്സഭയിൽ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നത്. അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്ത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള യുദ്ധത്തിൻ്റെ ഓർമ്മകത്ത് മുന്നണിയിലാണ്. ആ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെ വിശ്വസിക്കണോ അതോ നരേന്ദ്രമോദിയുടെ വാക്ക് ഉച്ചരിക്കാൻ പോലും ഭയപ്പെടുന്ന കേരള മുഖ്യമന്ത്രിയുടെ പാർട്ടി വിശ്വസിക്കണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണമെന്ന് പറയുകയാണ്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഇന്ത്യയിലിപ്പോൾ മതേതര ശക്തികളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നരേന്ദ്രമോദി ഇറക്കുന്നതിനുള്ള ശ്രമമാണല്ലോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇന്ത്യ മുന്നണി അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങിപ്പോൾ അങ്ങയുടെ പത്രസമ്മേളനത്തിൽ ഉടനീളം അങ്ങ് BJPക്കെതിരായി സംസാരിക്കുന്നതിന് പകരം അങ്ങ് പിണറായി വിജയനെതിരാണ് കൂടുതലും അങ്ങ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ഭാഗമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മുഴുവൻ BJPക്കെതിരായിട്ടാണ്. ഇപ്പോൾ പറഞ്ഞതാണ് പിണറായി വിജയൻ. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴേക്ക് ഞാൻ രാവിലെ പൊതുവെല്ലാം ചാനലെടുത്തു. ഇന്ന് രാവിലെ ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ്. നിരന്തരമായി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് ഭരണഘടനയുടെ പേരിൽ. അപ്പോഴാണ് എനിക്ക് അറിയുന്നത് പിണറായി വിജയൻ എന്താ എൻ്റെ അധികാരം, എൻ്റെ അവകാശം ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ഭരണഘടന
ഭരണഘടനാ മൂല്യങ്ങളിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നു, അതിൽ ഭരണഘടന സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. അതിൽ CA അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യമില്ല. മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ്. ഞാൻ പറയും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 5 അവിടെയാണ് സിറ്റിസൺഷിപ്പ് പറഞ്ഞിരിക്കുന്നത്. സിറ്റിസൺഷിപ്പിൽ മതം പ്രശ്നമല്ല. ആ ഭരണഘടന എഴുതി ചേർത്തത് കോൺഗ്രസ് ആണ്, ഡോക്ടർ അംബേദ്കറാണ്. ആ ഭരണഘടന സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അന്ന് ഈ ഭരണഘടന എഴുതിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഭരണഘടന ഉണ്ടാക്കുന്ന നേതൃത്വരാണ്, കക്കട്ട വീസ് നടത്തിയവരാണ്. അതില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് എന്താണ്? അതായത് അങ്ങ് തന്നെ മുഖവരായി പറഞ്ഞ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മൂല്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് പോകുന്നു, വ്യതിചലിക്കുന്നു, പിന്നോക്കം പോകുന്നു, പഴയ കോൺഗ്രസിന്റെ പുതിയ കോൺഗ്രസ് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിന് മുന്നിൽ ഉന്നയിക്കുന്നത്. ആ മുഖ്യമന്ത്രിയോട് ഈ ചരിത്രം പറയാൻ പോയാൽ ഒരുപാട് പറയണം. 77 പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ചപ്പോൾ ആരൊക്കെയാണ് പ്രചാരണത്തിന് വന്നത്? 89 ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചയും EP സിംഗിന്റെ വീട്ടിൽ രാത്രി ഭക്ഷണത്തിന് കൂടിയത് ആരൊക്കെയാണ്? BJPക്കാരും ആസ്പാറ്റിനെ പോയി തുടങ്ങുന്നുണ്ട്. ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ചരിത്രമല്ലേ സാർ? അങ്ങക്ക് വേണ്ടി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടി വോട്ട് പിടിച്ചിട്ടില്ലേ? എന്തോ അങ്ങക്ക് വേണ്ടി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടി വോട്ട് പിടിച്ചിട്ടില്ല? പിണറായി വിജയന് വേണ്ടി ഞാനും വോട്ട് പിടിച്ചിട്ടുണ്ട്. അതാണ് ആ ചരിത്രം. ഞാനേ വോട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനും പിണറായി വിജയനും ഒന്നിച്ചാണ് അസംബ്ലിയിലേക്ക് കടന്നു. 2024 ഞാൻ പറയുന്നത് ചരിത്രം അധികം പറയണ്ട. ഞാൻ പറഞ്ഞത് ഞങ്ങളിപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് BJPക്കാരുടെ പോരാട്ടത്തിൽ അവർക്കൊരു പങ്കുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, മാർക്സിസ്റ്റ് ML ബീഹാറിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ML വരും. അവർക്ക് ഒരു 3 സീറ്റ് കൊടുത്തു ഇന്ത്യ ML ചേർത്തിരിക്കുക. BJP ഒഴിച്ചുള്ള 28 പാർട്ടികളിൽ കൂടെ ചേർത്തിരിക്കുക. പക്ഷേ കഴിച്ച പ്രചരണം തുടങ്ങി അന്ന് മുതൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ന് രാവിലെയും കോൺഗ്രസ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഭരണഘടനയുടെ പേരില്ല. അതാണ് ഞാൻ ഭരണഘടനയെ കുറിച്ച് പറയാം. കോൺഗ്രസ് അല്ലാതെ ആരാണ്? രാഹുൽ ഗാന്ധി അല്ലാതെ ആരാണ് ഇന്ത്യയിൽ നിർഭയമായി മോഡിക്കെതിരെ BJPക്കെതിരെ ആർഎസ്എസിനെ സംസാരിക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. നിങ്ങൾ ഓരോരുത്തരുടെയും ചാനൽ നടത്തിയ സർവേയിൽ പറഞ്ഞിരിക്കുന്നു അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ്. സംസ്ഥാന നേതാവ് പിണറായി വിജയൻ. ആ കൂടെ കോൺഗ്രസ് മറ്റു നേതാക്കന്മാരെ കൂട്ടി നോക്കിയാൽ അവർക്ക് 46, പിണറായി 36. കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാർ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ കെട്ടി വോട്ടോട് ഒപ്പിടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അല്ല ഞാൻ പറഞ്ഞു കൊടുക്കല്ലോ. താങ്കൾ പറഞ്ഞല്ലോ പിണറായി വിജയനോട് ഒറ്റയാളുകളുടെ ഇവിടെ പല നേതാക്കന്മാരുണ്ട്. ഇലക്ഷൻ വരുമ്പോഴേ ഒരാളെ തിരിച്ച് വലിക്കൊള്ളു. അവർക്ക് 2 പേരും കൂടെ ചെയ്യുന്നത് നോക്കിയാൽ അവർക്ക് കിട്ടി മൊത്തം വോട്ട് 46. മുഖ്യമന്ത്രി കിട്ടി 36. ആരാണ് കൂടുതൽ ജനങ്ങളുള്ളത്? ദയവ് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയെ പറ്റുള്ളൂ. അത് 26 തീരുമാനിക്കും. 26 തീരുമാനിക്കും. ഇപ്പം വേണ്ട. ഇപ്പം ഞങ്ങളുടെ 24 മാത്രമേ ഉള്ളൂ. അർജുനൻ തേരളിക്ക് അച്ഛൻ അസ്ത്രം വയ്യാൻ പോയതുപോലെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഭരണമാറ്റം നടത്തുക, മോഡിയെ താടിയിറക്കുക, ഭരണഘടന സംരക്ഷിക്കുക. ഇതാണ് മറ്റൊരു ലക്ഷ്യമില്ല. മുന്നോട്ട് പോകുമ്പോഴേ മുൻ മുഖ്യമന്ത്രി A.K.ന്റെ മകൻ BJPയിലേക്ക് പോകുന്നു, K. കരുണാകരന്റെ മകൻ BJPയിലേക്ക് പോകുന്നു. അതൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് തിരിച്ചടിയാവില്ല, ഒരു പ്രതിരോധ നിരക്കിലാകെ ഒരു എന്തല്ല. BJPക്ക് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒട്ടും കുറയും. 20 സീറ്റിൽ അവർ 3-ാം സ്ഥാനത്തായിരിക്കും. കട്ടായം എഴുതി വെച്ചു. ഈ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ അങ്ങനെ BJP വെറും നേതാക്കളല്ലോ, കേരളത്തിലെ കോൺഗ്രസിന്റെ നെടുന്തൂണുകളായ നേതാക്കളുടെ മക്കൾ അങ്ങനെ പോയാൽ എന്തായിരിക്കും ഒരു പാളിച്ചേക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല.
പൗരത്വ നിയമം അതായത് ഈ ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJP-ക്കാരാണെന്ന് പല നേതാക്കന്മാരും അവരുടെ കുടുംബങ്ങളും ഒന്നടങ്കം BJP-യിൽ പോയി ജയിച്ചതിന് ശേഷം എല്ലാ സ്ഥാനമാനങ്ങളും പറ്റിയതിന് ശേഷം BJP-യിൽ പോകുന്നൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം അത് വലിയൊരു അളവ് വരും. കോൺഗ്രസ് അധികാരത്തിൽ നിലനിർത്തുന്നുണ്ട്. കോൺഗ്രസ് മഹാപ്രസ്ഥാനമാണ്, മഹാനദിയാണ്. EMS കോൺഗ്രസ് ആയിരുന്നില്ലേ, AKG കോൺഗ്രസ് ആയിരുന്നില്ലേ, ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളിലുള്ള നേതാക്കന്മാരുടെ അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ അവരൊക്കെ പോയിട്ടും ഗംഗാപ്രവാഹം പോലെ ഇതിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നീർച്ചാലുകൾ പൊട്ടി വളരുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുള്ള കാലത്തുണ്ടാവും. കാരണം ഇന്ന് കോൺഗ്രസ് മാത്രമല്ല, പേരല്ല, കോൺഗ്രസിന്റെ ആദർശങ്ങൾ. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ചയായി നിൽക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും BJP ആണെങ്കിലും ആയുധമാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ അക്കാര്യം ഒറ്റ വരിയിൽ കൃത്യമായി CAA നടപ്പാക്കില്ല എന്ന് കോൺഗ്രസ് എഴുതി വെച്ചാൽ തീരുന്നതല്ലേ ഉണ്ടാകും? CAA മാത്രമല്ലല്ലോ, നാഷണൽ പൗരത്വ രജിസ്റ്റർ വരുന്നു. കോൺഗ്രസ് പറഞ്ഞ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വത്തിന് കോൺഗ്രസ് എതിരാണ്. കോൺഗ്രസ് ആർട്ടിക്കിൾ 5 സ്റ്റാൻഡ് ഇരിക്കുകയാണ്. ഈ ഭരണഘടനയിൽ അംബേദ്കർ തയ്യാറാക്കിയ ഈ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 അത് സംരക്ഷിക്കപ്പെടുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മനസ്സിലായ കേരള രാഷ്ട്രീയത്തെ പറ്റിയും ദേശീയ രാഷ്ട്രീയത്തെ പറ്റിയും വിശാലമായി തന്നെ പറയുന്നുണ്ട്, അങ്ങ് വീക്ഷിക്കുന്നുമുണ്ട്, അങ്ങ് പത്ര ചാനലൊക്കെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ചർച്ചയാകുന്നു എന്ന ആ സമയത്താണ് ഓൾ ഇന്ത്യ തലത്തിൽ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. അപ്പോൾ അങ്ങക്ക് ഒരു ദേശീയ നേതൃത്വത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പോലും ഇതിങ്ങനെയല്ല, ഇവിടെ മുന്നണികളിൽ പോലും ചില അസ്വാരസ്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ പ്രകടന പത്രികയിൽ CAA നടപ്പിലാക്കില്ല എന്ന് തന്നെ നിർദ്ദേശിക്കണം എന്ന് അങ്ങക്കൊരു നിർദ്ദേശം വെച്ചൂടെ? ഞങ്ങൾക്ക് സംശയമില്ലല്ലോ. ഞങ്ങൾ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വത്തിന് അന്നും ഇന്നും എതിരാണ്. അങ്ങനെയുള്ള ഭരണഘടന ഞങ്ങളല്ലേ ഉണ്ടാക്കിയത്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതിനെ ചർച്ച വരുന്നത്. ഞങ്ങൾ അന്നും ആർട്ടിക്കിൾ 5 കൂടെ നിൽക്കുന്നവരാണ്. പൗരത്വത്തിന് മതാടിസ്ഥാനം പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. CPM ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും ഹിന്ദുത്വ സമീപനമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ CAA അതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസ് അയോധ്യ സംഭവത്തിലും CPM പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കുന്നത് 987 ഇലക്ഷനിൽ ഒരു മതത്തിനെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടാണ് ആസിഫ് ജാതി വന്നത്. ശരീഅത്ത് 4 പെണ്ണ് കെട്ടാൻ, ഇഷ്ടം പോലെ മൊഴിയെല്ലാൻ, ആ ശരീഅത്ത് മാറ്റണം. മുക്രീമുള്ള പുരുഷൻ ഗുണനാക്കാന്നവർക്ക് ഉൾപ്പെടെ അവർക്ക് മുക്കം കൊടുത്ത് എന്ന് പറഞ്ഞവരാണ് മാർക്സിസ്റ്റുകാർ. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ടത്, അധികം പറയേണ്ടത്. നയമാണല്ലോ ഇപ്പോൾ എടുക്കുന്നത്. കാരണം കോൺഗ്രസ് എപ്പോ പ്രതിസന്ധിയിലായാലും സാറിൻ്റെതായിട്ടുള്ള ഒരു ലോജിക്കോട് കൂടിയിട്ട് അവരെ റോഡ് ഷോ ആയാലും വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് സാറ് കടന്നു വരാം. അപ്പോ ഈ തവണയും കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽ പെടുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ ഇത്രയും ശക്തമായിട്ടുള്ള അറ്റാക്കുകളും പുതിയ നിർവചനങ്ങളും പഴയ ചരിത്രങ്ങൾ, കേരളം മറന്നുപോയ ചരിത്രങ്ങളാണ് ഇന്നിപ്പോ അങ്ങ് ഇവിടെ. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. ഞങ്ങളുടെ ജോലിയല്ലേ. നിങ്ങൾ ചോദിച്ചപ്പോൾ പറയൂ. കാരണം ചരിത്രത്തിലേക്ക് പോയ വലിയ പ്രശ്നമാണ്. സാറേ, ഒരു സംശയം കൂടി. സാറ് നേരത്തെ പറഞ്ഞു സാറിന്റെ ശൈലിയല്ല മക്കളെ പറ്റി കൂടുതൽ പറയിക്കരുതെന്ന്. പക്ഷെ ഈ പോയ 2 മക്കളും വളരെ മോശമാണ് എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണോ അങ്ങനെ പറയാൻ തോന്നിയത്? മക്കളെ ഞാൻ 2 മക്കൾ മാത്രമല്ലല്ലോ, ഒരുപാട് മക്കളില്ലേ. എന്നെ അധികം പറയിപ്പിക്കുന്നത്, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ ആഗ്രഹിക്കണം. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മറ്റു മക്കളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്, എന്നെ കൊണ്ട് അധികം പറയാം. നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാകും. മകൻ ആദ്യമായി തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ജയിക്കണമെന്നൊരു ആഗ്രഹമില്ലേ?
എനിക്ക് പാർട്ടി തോക്കണം. അവിടെ കോൺഗ്രസ് ജയിക്കണം, ആൻഡോ ആരാണ് ജയിക്കണം. അതാണ് എനിക്ക് കോൺഗ്രസ് ആണ്. എൻ്റെ മതം കോൺഗ്രസ് ആണ്. എൻ്റെ മതം കോൺഗ്രസ് ആണ്. അങ്ങ് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മകൻ ജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രിയാകും, ആ നാടിന് വലിയ വികസനം ഉണ്ടാകും, അങ്ങേപോലെ വലിയ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയായി മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പോലും വന്ന് പത്രത്തിൽ പറഞ്ഞു പോയത്. ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ വോട്ട് തിരിച്ചു വന്നാൽ സ്വീകരിക്കുമോ കോൺഗ്രസിലേക്ക്? ബി.ജെ.പിയോടൊപ്പം വോട്ട് തിരിച്ചു വന്നാൽ കോൺഗ്രസിലേക്ക് സ്വീകരിക്കും. എന്നെ ഇത്രയൊക്കെ കേരള സിനിമ പല സഭകളും പ്ലേ ചെയ്യുന്നത് അത് ഈ BJP സംഘടന അജണ്ടയുടെ ഭാഗമായിട്ടാണോ? വളരെ നിർഭാഗ്യരായിപ്പോയി. കാരണം കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി പ്രചരിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. BJPയുടെ കെണിയാണ് ആ കെണിയിൽ വീഴരുത്. ഇടുക്കി അതിരൂപത പറയാനുള്ള പറഞ്ഞു, ഉത്തരം പറഞ്ഞു, വിശദീകരണമില്ല, എക്സ്പ്ലനേഷൻ ഇല്ല. ഒരുപാട് പറഞ്ഞതിനെ കണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തവനെ കൊണ്ട് പറയാം. കോൺഗ്രസ് പറഞ്ഞൊരു പറയുന്നു. സ്വാഭാവികമായിട്ടും പല ആളുകളുടെ പിന്തുണ വേണമെന്ന് പറയുന്നു. പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വരുന്നു. അത് വേണ്ട എന്ന ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകിച്ചിട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പാർട്ടിയുടെ ആധികാരിക വക്താക്കൾ. ഒരു സംസ്ഥാനത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ അധികാരം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അവർ രണ്ടുപേരും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞാൽ അതിനപ്പുറം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക്. സാർ, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങൾ പല സ്ഥാനാർത്ഥികൾക്കും പ്രതിസന്ധിയാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വളഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും വലിയ പ്രതിസന്ധി മോഡി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പൈസ ഇല്ല. നിങ്ങൾ പൈസ മിച്ചമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസ നിങ്ങളുടെ പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അതാ വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, കുറച്ച് കൊടുക്കും. ഈ ബാലരാപുരത്ത് മണ്ണത്തലയിലും ഈ ശശി തരൂരിനെ വളഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്നു, വളഞ്ഞിട്ട് കൂക്കി വിളിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം DCC ഞാൻ രാവിലെ മനസ്സിലാക്കിയത് ആ പ്രവർത്തകർ തന്നെ ശശി തരൂരിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഞങ്ങളുടെ ബിന്ദു ശശി തരൂർ എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാൻ നിങ്ങളാരും മനപ്പായസം കൊള്ളുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂർ തിളക്കമാർന്ന വിജയം നേടും.